മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മഹാലക്ഷ്മിയും കൂടി പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതേസമയം അനന്തവും മാർക്കോയും എല്ലാം കൂടി പറയും, മഹാലക്ഷ്മിക്ക് അമ്മയോട് എത്ര സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ 3 ശത്രുക്കളുണ്ട്, അത് ഓർമ്മ വേണം. നിങ്ങളുടെ കാര്യത്തിൽ അവർ എന്തും ചെയ്യാൻ മടിക്കില്ല, അത് ഓർമ്മ വേണം എന്ന് പറയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അനന്തു എന്ന് പറഞ്ഞതിന് ശേഷം മഹാലക്ഷ്മിയും കണ്ണനും കൂടി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കണം. മാർക്കോയോടും അനന്തുവിനോടും വിളിക്കില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് തന്നെ അവർ പറയണം കേട്ടോ. അതേസമയം പ്രതാപം ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എന്താ ഇവരെ കാണാത്തത് എന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശിയും കരുണയും കൂടി അമ്പലത്തിലെ പായസം എല്ലാം വാങ്ങി വരാൻ നിൽക്കണം. കാറിൽ ഇങ്ങനെ കയറി വരാൻ നേരത്ത് ആ മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം 1 രൂപ ചോദിച്ചപ്പോഴില്ല, തരില്ല എന്ന് പറഞ്ഞ് ആ മുത്തശ്ശിയെ അവഹേളിക്കുകയാണ് അവർ ചെയ്തത്. ആ മൂലയ്ക്കെങ്ങാനും പോയി കിടക്കുക എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് കാണുന്നത് നമ്മുടെ മുത്തശ്ശിയും കരുണയും കൂടി പായസം കൊണ്ട് വരുമ്പോൾ പ്രതാപം ഓടിപ്പോയി ചോദിക്കുകയാണ്, കിട്ടിയോ, പായസം കിട്ടിയോ? കിട്ടി മോനെ എന്നിങ്ങനെ പറയാണ്. അതിലല്ലേ നമുക്ക് ചേർത്തേണ്ടത് പറയും, അതിലാണ് ചേർത്തേണ്ടത്, എല്ലാ കാര്യവും അതിൽ ചേർത്തണം, ഇന്നത്തോടു കൂടി അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. 3 പേർക്കും ഭയങ്കര സന്തോഷമാണ്. അതേസമയം അടുക്കളയിൽ കൊണ്ടുപോയിട്ട് കരുണ പായസത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതൊന്നും മരുന്ന് ചേർത്തിയോ അതോ മുത്തശ്ശി ചേർത്തിയോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതേസമയം മോഹിനി വന്നിട്ട് പായസം ചോദിക്കുന്നുണ്ട്, മോളെ അവിടുത്തെ പ്രസാദമല്ലേ, തായോ 1 ഗ്ലാസ് തായോ എന്ന് പറഞ്ഞ് കരുണ 1 ഗ്ലാസ് പായസം എടുത്ത് മോഹിനിക്ക് കൊടുക്കുന്നുണ്ട്. മോഹിനി അത് കുടിക്കുന്നതുമുണ്ട്. ഏതായാലും മുത്തശ്ശിക്കും പ്രതാപനും ഒരിക്കലും മോഹിനിയെ ഇഷ്ടമല്ല, പക്ഷേ കരുണയ്ക്ക് മോഹിനിയെ ഇഷ്ടമാണ്. കാരണം അമ്മയുടെ സ്നേഹം മുഴുവൻ മഹാലക്ഷ്മിക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരൊറ്റ കുറവ് മാത്രമേ കരുണ മോഹിനിയിൽ കാണുന്നുള്ളൂ. പക്ഷേ ഈ മുത്തശ്ശി പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്തോ ഒന്നും അറിഞ്ഞുകൂടാ. അത് നമുക്ക് ഈ എപ്പിസോഡിലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ കരുണയ്ക്ക് അറിയാതെയാണ് കരുണ എടുത്ത് കൊടുത്തിരിക്കുന്നത്. മോഹിനി ആ പായസം ഭയങ്കര സ്നേഹത്തോടു കൂടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും കൂടി അവിടേക്ക് വരുന്നുണ്ട്. ഈ വിഷം കലക്കിയ പായസം ആര് കുടിക്കും എന്താണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ അമ്മ ആ പായസത്തിൽ മഹാലക്ഷ്മിക്കും കരുണയ്ക്കും മഹാലക്ഷ്മിക്കും കണ്ണനും ഒരിക്കലും ഒരു ആപത്ത് വരില്ല. ഈ പായസം ഒന്നിലേ മോഹിനി കുടിക്കും, അല്ലെങ്കിൽ കരുണ കുടിക്കും. കരുണ കുടിച്ച് കരുണയ്ക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം.